ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ആണ്ടുവട്ടം രണ്ടാം വാരം ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ അനുദിന വിശുദ്ധൻ്റെ കുഞ്ഞു ചിന്തയോട് ആരംഭിക്കട്ടെ. പള്ളോട്ടിൻ സഭാസ്ഥാപകനായ വിൻസെൻ്റ് പള്ളോട്ടിൻ ആണ് നമ്മുടെ ഇന്നത്തെ വിശുദ്ധൻ. നല്ല കുമ്പസാരത്തിന് വേണ്ട 5 കാര്യങ്ങൾ നമ്മൾ ആദ്യ കുർബാന സമയത്ത് പഠിച്ചവരാണല്ലോ. അതിൽ അവസാനത്തതിൻ്റെ പ്രാധാന്യം അറിഞ്ഞ് ജീവിച്ച വിശുദ്ധനെന്ന് നമുക്ക് ഈ വിൻസെൻ്റ് പള്ളോട്ടിൻ വിശുദ്ധനെ വിളിക്കാം. അദ്ദേഹത്തിൻ്റെ പ്രായശ്ചിത്ത പ്രവൃത്തികളാണ് വളരെ പ്രധാനമായി അദ്ദേഹത്തെ വിശുദ്ധനാക്കിയതെന്ന് ചരിത്രം. 1837 അദ്ദേഹത്തിൻ്റെ കോളറ ബാധയുടെ വേളയിൽ സ്വജീവൻ പണയം വെച്ചുള്ള രോഗി ശുശ്രൂഷ അതിന് ഏറെ ഉദാഹരണമാണ്. ഇത് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രായശ്ചിത്ത സന്നദ്ധതയ്ക്ക് വലിയ മാറ്റ് കൂട്ടുന്നതാണ്. അതോടൊപ്പം അദ്ദേഹം പ്രായശ്ചിത്തത്തിനും പശ്ചാത്താപത്തിനും ഒരുപോലെ സ്ഥാനം കൊടുത്ത വിശുദ്ധനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗപീഠത്തിലും കുമ്പസാരക്കൂട്ടിലുമുള്ള അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ 2 ഫിലിപ്പിനേരി എന്ന പേര് അദ്ദേഹത്തിന് നൽകപ്പെടുന്നത്. ലേവ്യരുടെ പുസ്തകം 26, 40, 42 വരെയുള്ള തിരുവചന ഭാഗം ഇപ്രകാരം വായിക്കുന്നു: പശ്ചാത്തപിക്കുകയാണെങ്കിൽ നിങ്ങളോടുള്ള എൻ്റെ ഉടമ്പടി നിലനിൽക്കും. ലൂക്കായുടെ സുവിശേഷം 15:10 ഇപ്രകാരം പറയുന്നുണ്ട്: അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സന്തോഷം വലുതായിരിക്കുമെന്ന്. അനുതാപവും പശ്ചാത്താപവും പ്രായശ്ചിത്ത പ്രവൃത്തികളുമാണ് ക്രിസ്ത്യാനികൾക്ക് ആത്മീയ യാത്രയിലെ ബലമെന്ന് ജീവിതം കൊണ്ട് പഠിപ്പിച്ച വിശുദ്ധൻ. ഞങ്ങൾ ആലുവ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് മഞ്ഞുമൽ ആശ്രമത്തിൽ ചെല്ലുമ്പോൾ ഒരു എക്സിബിഷൻ ഹാളുണ്ട്. അവിടെ സക്കറിയാസ് അച്ഛൻ്റെയും ഔറേലിയസ് അച്ഛൻ്റെയും പണ്ട് അവർ പ്രായശ്ചിത്തത്തിന് ഉപയോഗിച്ച മുള്ളരഞ്ഞാണവും ചാട്ടയും ഒക്കെ കാണാനിടയായി. പ്രിയപ്പെട്ടവരെ, മുമ്പ് അങ്ങനെയൊരു ചരിത്രവും സഭയ്ക്കുണ്ടായിരുന്നു. അതെ, പ്രായശ്ചിത്തം വളരെ പ്രധാനപ്പെട്ടതാണ്. പശ്ചാത്താപവും വളരെ പ്രധാനപ്പെട്ടതെന്ന് ജീവിതം കൊണ്ട് പഠിച്ച വിശുദ്ധനെ നമുക്ക് നെഞ്ചോട് ചേർക്കാം. ഇന്നത്തെ ഒന്നാമത്തെ വായന ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 1 മുതൽ 3 വരെയും 15 മുതൽ 17 വരെയുള്ള തിരുവചന ഭാഗമാണ് വായിച്ചു കേൾക്കുക. ഇവിടെ കർത്താവിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ചും അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 14, 17 മുതൽ 20 സാലിം രാജാവായ മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും ആദ്യമായി കൊണ്ടുവരുന്നതും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനാണ് അവനെന്നും പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 14-18 പറയുന്നു: മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം നീ എന്നേക്കും നിത്യപുരോഹിതനാണ്. തിരുവചനം ആ മെൽക്കിസദേക്ക് എന്ന രാജകീയ പേര് യഹൂദരുടെ മിശിഹ എന്ന രക്ഷകന്റെ പേരുമായി ബന്ധമുണ്ട്. അതുകൊണ്ട് മെൽക്കിസദേക്ക് എന്ന പേര് നീതിയുടെയും സമാധാനത്തിൻ്റെയും നാമമായി ഇവിടെ പരിണമിക്കുകയാണ്. ഇവിടെ യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 9:6 കർത്താവിനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മരണീയമായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവെന്ന് അവൻ വിളിക്കപ്പെടും. സങ്കീർത്തനം 72:2 രാജാവിനെ കുറിച്ച് ഇപ്രകാരം പറയുന്നു: അവൻ അങ്ങയുടെ ജനത്തെ ധർമ്മനിഷ്ഠയോടും അങ്ങയുടെ ദരിദ്രരെ നീതിയോടും കൂടെ ഭരിക്കട്ടെ. ഇതെല്ലാം പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി പറഞ്ഞത്: വൈദികൻ തൻ്റെ തന്നെ വിലയറിഞ്ഞാൽ അവൻ അപ്പോൾ തന്നെ മരിച്ചേക്കും. വിശുദ്ധ ഫ്രാൻസിസ് അസിസിയോട് ഒരു മാലാഖയും പുരോഹിതനും വന്നാൽ ആരുടെ മുന്നിൽ മുട്ടുമടക്കുമെന്ന ചോദ്യത്തിന് ഞാൻ ഈശോയെ നിരന്തരം തൻ്റെ കയ്യിലെടുക്കാൻ കഴിയുന്ന വൈദികൻ്റെ മുമ്പിൽ മുട്ടുകുത്തും എന്ന് പറയുന്നുണ്ട്. സങ്കീർത്തനം 110 രാജകീയ കീർത്തനമായിട്ടാണ് അറിയപ്പെടുന്നത്. ഇത് മിശിഹായുടെ കീർത്തനമായിട്ടാണ് അറിയപ്പെടുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 1:30 ഈ രാജകീയമായ വിവരണമുണ്ട്: ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനാവുക. അപ്പോസ്തലപ്രവർത്തനം 2:35 ഈ ഒരു ആശയം കാണാൻ കഴിയും: ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠത്തിൽ ആക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനാകുക. എഫെസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 1:21 അങ്ങനെ ഇപ്രകാരം വായിക്കുന്നുണ്ട്: അങ്ങനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി അവനെ ഉപവിഷ്ടനാക്കി. സങ്കീർത്തനവും കർത്താവായ ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെ രാജകീയ കീർത്തനത്തിലൂടെ എടുത്തു കാട്ടുകയാണ്. ഇന്നത്തെ സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗമാണ് വായിച്ചു കേൾക്കുക. അതിൻ്റെ തലക്കെട്ട് തന്നെയാണ് ഇന്നത്തെ ചിന്താ വിഷയം: സാബത്തിൽ രോഗശാന്തി. യേശു നന്മ ചെയ്യുന്നതിനായി മനഃപൂർവ്വം സാബത്ത് ലംഘിക്കുകയാണ്. സത്യത്തിൽ യഹൂദ നിയമത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇങ്ങനെ ഒന്നുണ്ടായിരുന്നു: ജീവനെ സംബന്ധിച്ച പ്രശ്നങ്ങൾ സാബത്ത് നിയമത്തെ അതിലംഘിക്കുന്നു എന്ന് നിയമത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. എങ്കിലും നിയമത്തിൻ്റെ നൂലാമാലകളോടുള്ള അവരുടെ പ്രതിപത്തി മൂലം
അവരത് അവഗണിച്ചു. അതിനെ യേശു തിരുത്തുകയാണ്. നന്മ ചെയ്യുക സാപത്തിൽ അനുവദനീയമെങ്കിൽ നന്മ ചെയ്യാൻ വിസമ്മതിക്കുന്നത് തിന്മയാണെന്ന് കർത്താവ് അവരെ പഠിപ്പിക്കുകയാണ്. അതായത് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5:22 ആത്മാവിൻ്റെ ഫലങ്ങൾ അവരെ പഠിപ്പിക്കുകയാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത. അതിൽ നന്മയും സ്നേഹവും ഇന്നത്തെ സംഭവത്തിൽ ഊന്നിപ്പറയുകയാണ്. ഇത് എഫെസ്യർക്കാർക്ക് എഴുതിയ 2:10 ഓർമ്മപ്പെടുത്തലാണ്. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് കൺഫ്യൂഷ്യസ് ഇപ്രകാരം പറഞ്ഞു വെച്ചത്: അന്യൻ്റെ നന്മയെ ആഗ്രഹിക്കുന്ന ഒരാൾ ആ വിചാരം കൊണ്ട് തന്നെ തൻ്റെ നന്മ സുരക്ഷിതമാക്കുമെന്ന്. പ്രിയരെ, വിശുദ്ധ വിൻസെൻ്റ് പള്ളൂട്ടിയുടെ പ്രായച്ചിത്തവും പശ്ചാത്താപവും കൈമുതലാക്കി 1-ാം വായനവും സങ്കീർത്തനവും പകർന്നു നൽകുന്ന നിത്യ പൗരോഹിത്യത്തിൻ്റെ ചിന്തകൾ മനസ്സിൽ പേറി ആവോളം നന്മ സുവിശേഷം പറയുന്നത് പോലെ ചെയ്ത് വെളിപാട് പുസ്തകം 3:5 പറയുന്ന പോലെ ജീവൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുകൾ ചേർക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.